Hi friends, we use a phone in the battery. This is a bulge. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോയിട്ട് ഈ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ പലപ്പോഴും വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലേ, ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ ചാർജ് വെക്കുന്ന സമയത്ത് ബ്ലാസ്റ്റ് ആയി, അല്ലെങ്കിൽ പോക്കറ്റിലുള്ള സമയത്ത് പൊട്ടിത്തെറിച്ചു, മരണം സംഭവിച്ചു, അല്ലെങ്കിൽ പൊള്ളലേറ്റു എന്നൊക്കെ. ഫോൺ ബ്ലാസ്റ്റ് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഇതുപോലെ ബൾജായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ മൊബൈൽ ഫോണിന്റെ ബാക്ക് കേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ബാറ്ററി ബൾജായ കാര്യം അറിയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനിയിപ്പം അപകടം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ പാനല്, ബോർഡ് ഇതൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക, അതിനെ ഒരിക്കലും അവോയ്ഡ് ചെയ്തിട്ട് ഇതൊക്കെ കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്യാതിരിക്കരുത്. എന്തുകൊണ്ടാണ് ഈ ഒരു ബാറ്ററി ഇതുപോലെ ബൾജാവുന്നത്? ഇനിയിപ്പം അതേപോലെ തന്നെ ബൾജാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഇതുപോലെ ബൾജാവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ ലോക്കൽ ചാർജർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം നല്ല ഒരു ചാർജർ തന്നെ ഫോണിലേക്ക് യൂസ് ചെയ്യുക. ലോക്കൽ ചാർജറൊക്കെ യൂസ് ചെയ്തിട്ട് വെറുതെ ഫോണിൻ്റെ ബാറ്ററി ഇതുപോലെ ബൾജാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ യൂസ് ചെയ്താലും ഇതുപോലെ ബൾജാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ചാർജിക്ക് വെച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, രാവിലെ എഴുന്നേറ്റതിന് ശേഷമാണ് ആ ഒരു ചാർജ് റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ ചെയ്താൽ ബാറ്ററിൻ്റെ ഹെൽത്ത് വളരെ വീക്ക് ആവുകയും അതേപോലെ ഈ ഒരു തരത്തിൽ നമ്മുടെ ബാറ്ററി ബൾജാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോൺ ഒരിക്കലും ചൂടുള്ള പ്ലേസിൽ വെക്കാതിരിക്കുക. മീൻസ് നമ്മളിപ്പം കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഡാഷ്ബോർഡിലൊക്കെ മൊബൈൽ ഫോൺ വെക്കാറുണ്ട്. അപ്പം നല്ല വെയിലടിക്കുന്ന സമയത്ത് ആ ഒരു ഫോൺ നല്ല ഓവർ ഹീറ്റ് ആവുകയും അതേപോലെ നമ്മുടെ ബാറ്ററിയിലേക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് യൂട്യൂബിൽ 1-2 വീഡിയോകൾ കാണാനിടയായി. അതായത് ഇങ്ങനെയുള്ള ബാറ്ററിയെ നമ്മൾ എങ്ങനെയാണ് ശരിയാക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു പിന്ന് സൂചി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുത്തിയിട്ട് ഇതിൻ്റെ എയർ പുറത്തേക്ക് എടുക്കുന്ന ഒരു വീഡിയോസൊക്കെ കണ്ടു. അതായത് ചിലപ്പോൾ ലൈക്കും അതുപോലെ ഷെയറും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ട് ആ ഒരു ബാറ്ററി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ അപകടം നമ്മൾ വിളിച്ചു വരുത്തുന്നത് പോലെയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെയുള്ള ബാറ്ററി നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഇതുപോലെ ബൾജായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒന്നുമില്ല, നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും വീർത്തിട്ടുണ്ടോ എന്ന് നോക്കാം. മീൻസ് പുറന്തള്ളിയിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ പുറന്തള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ബൾജായിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത് പോലെ ഇതിപ്പം ബൾജായ ഒരു ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒന്നുകിൽ ഡിസ്പ്ലേ പൊങ്ങിയിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ പാനൽ പൊങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ വരുന്ന എല്ലാ ഫോണും ബാറ്ററി റിമൂവബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കതിനിപ്പം റിമൂവബിൾ ആണെങ്കിൽ നമുക്ക് ബാക്ക് പാനലൊന്ന് അയച്ചിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ പാനൽ അയച്ചിട്ട് നോക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ തരത്തിൽ ഇത് പൊങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോയിട്ട് എത്രയും പെട്ടെന്ന് ബാറ്ററി ചേഞ്ച് ചെയ്യുക. പിന്നെ അതേപോലെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പ്രൈസ് കുറവുള്ള ഒരു ബാറ്ററി ഇടാൻ വേണ്ടി പാടില്ല. നല്ലൊരു ബാറ്ററി തന്നെ, അതായത് ഒറിജിനൽ ബാറ്ററി തന്നെ ഇടണം. ഇനിയിപ്പം ഒറിജിനൽ റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കോപ്പി ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്നത്, ഇതുപോലെ ബൾജായ ബാറ്ററി നിങ്ങൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം ചേഞ്ച് ചെയ്ത ബാറ്ററി എവിടെയാണെന്ന് ചോദിച്ചിട്ട് ആ ഒരു ബാറ്ററി എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബാഗിൽ ഇട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്ത് ചെയ്തു, ബാറ്ററി ഇട്ടിട്ട് ബാഗിൽ വെച്ചതാണ്. മീൻസ് പഴയ ബാറ്ററി അവർ ബാഗിൽ വെച്ചു. ബാഗിൽ വെച്ചിട്ട് പോകുന്ന സമയത്ത് ബാഗിൽ നിന്നും പൊട്ടിയിട്ട് എന്ത് ചെയ്തു, ആ ഒരു ബാഗ് മൊത്തം നശിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇത് ബ്ലാസ്റ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിപ്പം മെറ്റലൊക്കെ കൊള്ളുന്ന സമയത്ത് ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പോസിറ്റീവും നെഗറ്റീവും ഒന്നിക്കുന്ന സമയത്താണ് ഇത് ഇങ്ങനെ ബ്ലാസ്റ്റ് ഉണ്ടാവാറുള്ളത്. ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും ഇത് ആരും അനുകരിക്കരുത്. ഇതിനു വേണ്ട എല്ലാ മുൻകരുതലുകൾ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആരും ഇതുപോലെ അനുകരിക്കരുത്. അങ്ങനെ അനുകരിച്ച് വല്ല അപകടം വന്നാൽ ഞാനും എൻ്റെ ചാനലും ഉത്തരവാദിയല്ല. ഈ ബാറ്ററി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
കുറേ ആളുടെ ഒരു ഡൗട്ടാണ്, അതായത് ഈ ഒരു ബാറ്ററിക്കകത്ത് എന്താണുള്ളത് എന്ന്. അപ്പം ഇന്ന് ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ഇതിനകത്ത് എന്താണുള്ളത് എന്ന്. പക്ഷേ ഒരു കാരണവശാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം പല അപകടങ്ങളും സംഭവിച്ചേക്കാം. ഞാൻ വേണ്ട എല്ലാ സേഫ്റ്റിയോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ ഗൗരവം അറിയാതെ ഒരുപാട് പേരുണ്ട്. അപ്പം ഇത് എത്രത്തോളമാണ് ഇതിൻ്റെ ഗൗരവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ നിങ്ങളുടെ റിലേറ്റീവിലുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്നും വല്ലാത്തൊരു സ്മെല്ലാണ് വരുന്നത്. ഞാനിപ്പം മാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്നും വല്ലാത്തൊരു സ്മെല്ലാണ് പുറത്ത് വരുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്